അന്ന് ആശുപത്രി കിടക്കയിൽ കിടന്ന് ഞാൻ ശ്വാസം കിട്ടാതെ പിടയ്ക്കുകയായിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് തീരെ ഭാരമില്ലാതെ വായുവിലേക്ക് ഉയർന്നു പറന്നു. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്കെൻ്റെ സ്വന്തം ശരീരത്തെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന നിലയിൽ കാണാമായിരുന്നു. പിന്നെ ഞാൻ ഒരു തുരങ്കത്തിലൂടെ സഞ്ചാരം ആരംഭിച്ചു. ഇരുട്ടുപരന്ന ആ തുരങ്കത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന പ്രകാശമായിരുന്നു. ദിവ്യപ്രഭ, ദിവ്യപ്രകാശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഒരാൾ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 7 മുതൽ 10 മിനിറ്റ് നേരം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഒരു ചലച്ചിത്രം പോലെ തലച്ചോർ റീവൈൻഡ് ചെയ്ത് കാണിക്കും എന്ന് പറയപ്പെടുന്നു. ഇത് ശരിയാണോ? മരണത്തിനോടടുക്കുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത്? നൂറ്റാണ്ടുകളായി മനുഷ്യരെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ആർക്കാണ് കഴിയുക? മരണമുഖത്ത് നിന്ന് തിരികെ ജീവിതത്തിലേക്ക് എത്തിയ ആളുകൾ അഥവാ നിയർ ഡെത്ത് സർവൈവേഴ്സിന് മാത്രമേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ലോകത്തെമ്പാടുമായി ഗവേഷകർ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്, NEDs അഥവാ മരണത്തെ കൺമുന്നിൽ കാണുന്ന സന്ദർഭങ്ങളിൽ ചിലരുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തും. സ്വപ്നങ്ങൾ പോലെ കുറെ ചിത്രങ്ങൾ, സംഭവങ്ങൾ ഒക്കെ മിന്നിമറയും. കൂടാതെ ശരീരം വിട്ട് പുറത്തു കടന്ന് ഭാരമില്ലാതെ വായുവിലൂടെ അലയുന്ന തോന്നലുണ്ടാകും. മരണത്തോടടുക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ തലച്ചോറിലെ ന്യൂറോൺസ് അഥവാ നാഡീകോശങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുന്ന സമയങ്ങളിൽ അയാൾ പലതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ പ്രവൃത്തികളുടെ എല്ലാം പിന്നിൽ ചരട് വലിക്കുന്നത് നാഡികളാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം CNS അഥവാ കേന്ദ്രീയ നാഡീ വ്യവസ്ഥയിൽ താളാത്മകമായി ആവർത്തിച്ചു നടക്കുന്ന നാഡികളുടെ പ്രവർത്തനത്തെ ന്യൂറൽ ഓസിലേഷൻസ് എന്ന് വിളിക്കുന്നു. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫ്രീക്വൻസി കണക്കാക്കാൻ കഴിയും. ഫ്രീക്വൻസികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ന്യൂറൽ ഓസിലേഷൻസുകൾക്ക് ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഡെൽറ്റ എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ട്. ഈ ന്യൂറോണൽ ഓസിലേഷൻസ് എല്ലാം കൂടി ചേർന്ന് കാഴ്ച, കേൾവി, ശ്രദ്ധ, വർത്തമാനം, ഓർമ്മ, പഠനം, ബോധം, ഉണർവ് എന്നിവയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മരണത്തോടടുക്കുന്ന സമയത്ത് മമേലിയൻ ബ്രെയിൻസ് അഥവാ സസ്തനികളുടെ തലച്ചോറിൽ ഗാമ ഓസിലേഷൻസ് കൂടുതലായി നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് ചലനം, ഓർമ്മകൾ, ഇമോഷൻസ് അഥവാ വികാരങ്ങൾ, സംവേദനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഇത്തരം ഗാമ ഓസിലേഷൻസ് ആണ്. 25 മുതൽ 140 ഹെർട്സ് ആണ് ഗാമ ഓസിലേഷൻസിന്റെ ഫ്രീക്വൻസി. മരിക്കാൻ നേരത്തുള്ള ഓർമ്മകളുടെ കുത്തൊഴുക്കിന്റെയും മറ്റ് അനുഭവങ്ങളുടെയും പിന്നിലുള്ള കാരണം ഒരുപക്ഷേ ഇതാവാം. വീഴ്ചയിൽ പരിക്കുപറ്റി അത്യാസന്ന നിലയിലായ 87 വയസ്സുള്ള ഒരു വ്യക്തിയിൽ നടത്തിയ ഇലക്ട്രോ എൻസെഫലോഗ്രാഫി അഥവാ EEG പഠനങ്ങളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അഥവാ വൈദ്യുത തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്.